ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു മത്തി നെല്ലിക്കാപ്പുളി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാവൂ കേട്ടോ. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ചതച്ച് വെച്ച ചെറിയുള്ളി, വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം കേട്ടോ. അതൊക്കെ ഇട്ട് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മളുടെ നെല്ലിക്ക അരച്ച് വെച്ചത്, ഈ ചൂടുവെള്ളത്തിലിട്ട നെല്ലിക്ക അരച്ചതാണ് കേട്ടോ നമ്മൾ പൊഴിച്ചത്. ഇനി ഇത് നന്നായിട്ട് പച്ച ചൊവ വിട്ട് വരുമ്പോൾ നമ്മളുടെ കുഞ്ഞൻ മത്തി ഇതിൻ്റെ അകത്തേക്ക് എടുത്തിടാം കേട്ടോ. കൂടെ കറിവേപ്പിലയും കൂടെ ഇടാൻ മറക്കല്ലേ. ഇനി ഈ മസാലയും ആ പുളിയൊക്കെ ഈ മത്തിയിൽ പിടിച്ച് വരണേ. ഈ കിടക്കുന്ന വെള്ളമൊക്കെ നന്നായി വറ്റി വരണം, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് വരിക. ഇതൊക്കെ വറ്റി വരണ്ട് ലാസ്റ്റ് ആ ഫ്രൈ ആയ മത്തി നമുക്ക് കിട്ടും. ഇത് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ കിഡിലനാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ബൈ ഗൈസ്.